ബഹുമാനപ്പെട്ട നമ്മുടെ ഖാദി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് വിശദീകരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സദസ്സിലേക്ക് കയറി വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ അടിമ ഖാലിഖായ അല്ലാഹുവിനെ അറിയുകയും അവനെ സ്നേഹിക്കുകയും അവനിൽ ലയിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന സാഹചര്യമാണ്. അല്ലാഹുവിനെ അറിയാത്തവർക്ക് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ കഴിയില്ല. പടച്ച റബ്ബിനെ അറിയാത്ത ആളുകൾക്ക് റബ്ബിനെ സ്നേഹിക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ അറിയാത്ത ആളുകൾക്ക് അല്ലാഹുവിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അവനെ വിശ്വസിക്കാനോ അനുസരിക്കാനോ അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാനോ അവൻ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനോ അല്ലാഹുവിനെ അറിയാത്ത ഒരാൾക്ക് കഴിയില്ല. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും അല്ലാഹുവിനെ അറിഞ്ഞതുകൊണ്ടാണ് അവർ അല്ലാഹുവിനെ വിശ്വസിച്ചത്. എന്നാൽ അല്ലാഹുവിനെ കുറിച്ച് ചെറിയ അറിവുകൾ കിട്ടിയ എല്ലാവരും വിശ്വസിച്ചു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അല്ലാഹുവിനെ അറിഞ്ഞ പലരും ഇപ്പോഴും അവിശ്വാസികളുമായി നിലനിൽക്കുന്നവരും ഉണ്ട്, കഴിഞ്ഞ കാലത്തും ഉണ്ട്. ഒരു മനുഷ്യനെ അല്ലാഹുവിനെ അറിയാൻ കഴിയുകയും ആ റബ്ബിനെ സ്നേഹിക്കാനും വിശ്വസിക്കാനും കഴിയുക എന്നത് വലിയ തൗഫീഖാണ്. അതിലേറെ വലിയൊരു തൗഫീഖ് ലോകത്ത് ഒരാൾക്കും കിട്ടാനില്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് കിട്ടിയതിന് ശേഷം മക്കയിൽ അവിടുന്ന് ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ ഒരു ചുമരിനപ്പുറത്തായിരുന്നു അബൂജഹൽ ജീവിച്ചിരുന്നത്. ഇന്നത്തെ പോലെ വളരെ ഭദ്രമായ ചുമരൊന്നും ആയിരുന്നില്ല. ഈത്തപ്പന ഓലകളെ കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ ചുമരിനപ്പുറത്ത് അബൂജഹൽ 10 കൊല്ലത്തിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കണ്ട്, അവിടുന്ന് ചന്ദ്രൻ പിണർത്തുന്നത് കണ്ട്, അവിടുത്തെ മൊഴിജസത്തുകൾ കണ്ട്, അവിടുത്തെ സ്വഭാവങ്ങൾ കണ്ട്, അവിടുത്തെ എളിമ കണ്ട് എല്ലാം ജീവിച്ചിട്ടും അബൂജഹലിന് ഹിദായത്ത് കിട്ടിയില്ല. അബൂജഹലിന് ഹിദായത്ത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ശത്രുവായിട്ട് തന്നെ മരണപ്പെടുന്നത് വരെ അബൂജഹൽ ജീവിക്കേണ്ടി വന്നു. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്ന ഇത് വേറെ ലക്ഷ്യങ്ങളൊന്നല്ല. നേരത്തെ ഉസ്താദ് സംസാരിക്കുന്നത് കേട്ടു, അള്ളാഹുവിൻ്റെ ഇൽമ് പഠിക്കലാണ്. അത് നന്നായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മഹാന്മാരായ ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സയ്യം വലിയുല്ലാഹിയുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമുക്ക് വേണ്ട വിഷയങ്ങൾ പഠിക്കാൻ കഴിയും. അള്ളാഹു ആ നിലക്ക് നമ്മുടെ സദസ്സ് കബൂലാക്കി തിരുമാറാവട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നേരിട്ട് കണ്ട അബൂജഹലിന് ഹിദായത്ത് കിട്ടിയില്ല. 950 കൊല്ലക്കാലത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മുഅ്ജിസത്തുകൾ കാണിച്ച് പ്രബോധനം ചെയ്ത സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ സ്വന്തം ഭാര്യക്ക് ഹിദായത്ത് കിട്ടിയില്ല. ഭാര്യയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രക്തത്തിൽ പിറന്ന മകന് ഹിദായത്ത് കിട്ടിയില്ല. നൂഹ് നബി കാണിച്ച മുഅ്ജിസത്തുകൾ മുഴുവനും ഈ മകൻ കണ്ടിട്ടുണ്ട്. നൂഹ് നബിയുടെ പ്രബോധനം ഈ മകൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രവാചകനാകുമ്പോൾ അവരുടെ ബുദ്ധിശക്തിയും ഹിക്മത്തും ധാരാളമായിരിക്കും എന്നത്
അങ്ങനെയുള്ളവർക്കേ പ്രവാചകനാകാനും പറ്റുള്ളൂ എന്നത് നമ്മുടെ ഉസൂലാണ്. ആ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾ 950 കൊല്ലത്തിലേറെ പ്രബോധനം നടത്തിയിട്ട് സ്വന്തം മകൻ ഹിദായത്ത് അല്ലാഹു കൊടുത്തില്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം വർഷം പ്രബോധനം നടത്തിയിട്ടുണ്ട്. ലൂത്ത് നബിയുടെ പ്രബോധനം മുഖേന ധാരാളം ആളുകളും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വന്തം ഭാര്യക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞു, ആ അറിയലോടുകൂടെ തന്നെ അള്ളാഹുവിനെ വിശ്വസിക്കാനുമുള്ള തൗഫീഖ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ വിജയി. അള്ളാഹു ആ കൂട്ടരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നിങ്ങൾക്കൊക്കെ ആമീൻ പറയാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്ക ആമീൻ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തും ചെല്ലണം. അപ്പൊ ആ ഫ്രണ്ടിലുള്ള കസേരയിൽ ഇങ്ങോട്ട് കയറിയിരുന്നുള്ളൂ, എന്നാൽ പിന്നെ സൗകര്യമാണ്. ഞാൻ കുറച്ചേരെ വയല് പറയുള്ളൂ. ഞാൻ രാവിലെ മുതൽ ഈ സമയം മഗ്‌രിബിന്റെ ശേഷം വരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചേരെ പറയുള്ളൂ, അത് നന്നായി ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ സദസ്സ് ഖബൂലാക്കി തരുമാറാവട്ടെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അറഫ റബ്ബഹു ഫഖദ് നജാ. ഒരാൾ അവന്റെ റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹുവിനെ അറിഞ്ഞാൽ, അവന്റെ സിഫത്തുകൾ അറിഞ്ഞാൽ, വിശേഷണങ്ങൾ അറിഞ്ഞാൽ, അവന്റെ സ്വഭാവങ്ങൾ അറിഞ്ഞാൽ, അവന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ, അവന്റെ കാരുണ്യം അറിഞ്ഞാൽ, അവന് ചെയ്യുന്ന നിഅമത്തുകൾ അറിഞ്ഞാൽ, അവന്റെ പരീക്ഷണങ്ങൾ അറിഞ്ഞാൽ ആ റബ്ബിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. കോടാനുകോടി വരുന്ന ഒരൊറ്റ ജിന്നിനെയും അല്ലാഹു തആല പടച്ചിട്ടേയില്ല. കോടാനുകോടി വരുന്ന ഒരു മനുഷ്യനെയും അല്ലാഹു തആല പഠിച്ചിട്ടേയില്ല. ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടല്ലാതെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് തഫ്സീർ കൊടുത്തത്. അള്ളാഹുവിനെ അറിയാനാണ് ലോകത്തുള്ള സർവ്വ മനുഷ്യരും അവരുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹുവിനെ അറിയാനാണ് അവരുടെ കണ്ണുപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹുവിനെ അറിയാനാണ് അവരുടെ ചെവി ഉപയോഗപ്പെടുത്തേണ്ടത്. അവരുടെ സമയങ്ങളും ജീവിതവും ചലനവും നിശ്ചലനവും എല്ലാം ഖാലിഖായ അള്ളാഹുവിനെ അറിയാനാണ് ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും മാറ്റിവെക്കേണ്ടത്. ഇങ്ങനെയാണ് ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതിന് ഇമാമിങ്ങൾ തഫ്സീർ കൊടുത്തത് കാണുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിനെ അറിയാനാണ് നമ്മുടെ സദസ്സുകൾ. അള്ളാഹുവിനെ അറിഞ്ഞപ്പോഴാണ് 10-30 കൊല്ലം മുമ്പ് വഫാത്തായി പോയ സിഎം വലിയുല്ലാഹി ഈ പ്രദേശത്ത് ഇപ്പോൾ സ്മരിക്കപ്പെടുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞു എന്ന കാരണം കൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേര് നാം ഇവിടെ ഉച്ചരിക്കുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞാൽ ഫഖദ് നജാ, അവന് രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയും. പടച്ച റബ്ബിനെ അറിഞ്ഞാൽ അവന്റെ അനുഗ്രഹങ്ങൾ അറിയും. ഒന്നുമല്ലാത്ത സാഹചര്യത്തിൽ നമ്മളെ പടച്ചതും വന്ന റൂട്ടും നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല ഫിറ്റ് ചെയ്ത സംവിധാനങ്ങളും ഓരോ നിമിഷങ്ങളിലും അല്ലാഹു തആല ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളും ഞാൻ എൻ്റെ നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും സംസാരത്തിനുള്ള കഴിവ് അതേ സമയത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നുവെച്ചതല്ല. ഞാൻ എൻ്റെ മൂക്ക് കൊണ്ട് ശ്വാസോച്ഛ്വാസം കഴിക്കുമ്പോഴും ഓരോ സെക്കൻഡിലും അല്ലാഹു തആല അതിന് കഴിവിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ കൈകാലുകൾ ചലിപ്പിക്കുന്നതും നാവ് കൊണ്ട് സംസാരിക്കുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും ശരീരത്തിൻ്റെ അവയവങ്ങളെ ചലിപ്പിക്കുന്നതും എല്ലാം ഓരോ സെക്കൻഡുകളിലും അല്ലാഹു തആല കഴിവ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 10-44 കൊല്ലം ജീവിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 44 കൊല്ലത്തിന്റെ ഇടയിൽ ഇന്ന് വരെ
എനിക്ക് ശ്വാസോച്ഛ്വാസത്തിന് തടസ്സം അല്ല തന്നിട്ടില്ല, ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സം തന്നിട്ടില്ല, വെള്ളം കുടിക്കുന്നതിന് തടസ്സം തന്നിട്ടില്ല, ഒരു വസ്തു കാണുന്നതിനോ കേൾക്കുന്നതിനോ തടസ്സം തന്നിട്ടില്ല. അവന്റെ നിഅമത്തിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാണ്, ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എത്രയാണ്, ആ റബ്ബിന്റെ നിയന്ത്രണങ്ങൾ എത്രയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുൽ കബീറിന്റെ ഒരു ഭാഗത്ത് കാണാൻ കഴിയും, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ കിടക്കുന്ന വടികൊണ്ട് വലിയൊരു പാറക്കെട്ടിന് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു. അടിക്കാനുള്ള കാരണമുണ്ട്. അള്ളാഹുവിനോട് മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചു, റബ്ബേ, സർവ വസ്തുക്കളെയും നീ പരിചരിക്കുന്നതിന്, റിസ്ക് കൊടുക്കുന്നതിന് ഒരു ഉദാഹരണം കാണിച്ചു തരുമോ? ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അല്ലാഹു പറഞ്ഞു, മൂസാ, വടികൊണ്ടാക്കാടുന്ന വലിയ പാറക്കെട്ടൊരു അടി കൊടുക്കൂ എന്ന് പറഞ്ഞു. ആ വലിയ പർവ്വതത്തിനൊരു അടി കൊടുത്തപ്പോൾ ലെയറായിട്ടുള്ള പർവ്വതത്തിന്റെ ആദ്യ ഭാഗം അങ്ങട്ട്, ആ പാറക്കെട്ടിന്റെ ആദ്യ ഭാഗം പൊട്ടിപ്പോയി. പൊട്ടിയിട്ട് രണ്ട് ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ അതിനുള്ളിൽ മറ്റൊരു ലെയറായിട്ട് പാറക്കല്ലിങ്ങനെ കാണുകയാണ്. ആ പാറക്കല്ലിനും അടിക്കാൻ വേണ്ടിയിട്ട് മൂസാ നബിയോട് അല്ലാഹു പറയുന്നു. മൂസാ നബി അടി കൊടുക്കുന്നു. ആ വലിയ പർവ്വത സമാനമായ പാറക്കല്ല് ഒന്നുകൂടെ പൊട്ടി അതിന്റെ ലെയർ പുറത്തേക്ക് വീഴുന്നു. പിന്നെയും അതിന്റെ ഉള്ളിൽ ഒരു പാറക്കല്ല് കാണുന്നു, ഒരു ശക്തമായ പാറക്കല്ല്. ആ പാറക്കല്ലിനും അടിക്കാൻ വേണ്ടിയിട്ട് മൂസാ നബിയോട് അല്ലാഹു പറയുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയെടുത്തൊരൊറ്റ അടിയങ്ങ് കൊടുത്തപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന പാറക്കല്ലങ്ങ് പൊട്ടിക്കിടക്കുന്ന പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒരു പുഴു ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നത് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പർവ്വത സമാനമായ വലിയ പാറ, അത് പൊട്ടി അതിന്റെ ഒരു ലെയർ പുറത്തേക്ക് പോയി. അടുത്തൊരു പൊട്ടല് പൊട്ടി, പിന്നെയും പൊട്ടിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു പുഴുവിനെ കാണുന്നു. ആ പുഴുവാണെങ്കിൽ വെറുതെ നിൽക്കല്ല, അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹു റിസ്ക് കൊടുക്കുന്നത് നോക്കൂ നിങ്ങൾ, എത്ര വിചിത്രമാണ്, എത്രയാണ് അവന്റെ തർബിയത്ത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ വേട്ടാളനെ കാണാറില്ലേ? വേട്ടാളൻ, ഇവിടെ എന്താ പറയാ, വേട്ടാളൻ. നമ്മുടെ വീടിന്റെ ചുമരിലും മറ്റുമൊക്കെ നല്ല കുഴച്ച മണ്ണ് കൊണ്ടുവന്നിട്ട് കൂട് കെട്ടുന്ന വേട്ടാളൻ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരാൻ ഖാലിഖായ റബ്ബിന് സാധിക്കുമെന്ന് ബോധ്യപ്പെടാനും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ വിശദീകരണം പറയുന്ന സ്ഥലത്ത് പറഞ്ഞത് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ഈ വേട്ടാളന്റെ കൂട്, അതിൽ വലിയ അത്ഭുതമുണ്ട്. ആ വേട്ടാളന്റെ കൂടിനെ സംബന്ധിച്ച് റാസി ഇമാം പറയാണ്, മണ്ണിങ്ങനെ കുഴച്ചു കൊണ്ടുവന്നിട്ട് ചുമരിന്റെ മുകളിൽ അതിങ്ങനെ വീടുണ്ടാക്കും. ആ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ദ്വാരങ്ങളായിട്ടുണ്ടാകും. അങ്ങനെ പണി പൂർത്തിയാകാനാകുമ്പോഴ് ഈ വേട്ടാളൻ അതിൽ മുട്ടയിടും. മുട്ടയിട്ടതിന്റെ ശേഷം വേട്ടാളൻ ചെയ്യുന്നത് എന്താണ്? ഒരു പുഴുവിനെ വേട്ടാളൻ കൊണ്ടുവരുന്നു. അതിനെ കൊല്ലുന്നില്ല, കാരണം ചത്ത സാധനത്തിനെ തിന്നൂല എന്നതുകൊണ്ട് ഒരു പുഴുവിനെ കൊണ്ടുവരുന്നു. എവിടുന്നോ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് അതിനൊരർദ്ധബോധത്തോടുകൂടെ ഈ മുട്ടയുടെ സമീപത്ത് അവിടെ വെക്കുന്നു. വെച്ചതിന് ശേഷം ഈ വേട്ടാളൻ ഈ മുട്ട ഉൾക്കൊള്ളുന്ന ദ്വാരങ്ങളുടെ കവാടം മണ്ണ് കൊണ്ടങ്ങ് അടച്ചു കളയുന്നു. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ആ മുട്ട വിരിയുന്ന സമയമായാൽ
വിരിഞ്ഞ മുട്ടയിൽ കുട്ടികൾ ഉണ്ടാകുന്നു. ആ കുട്ടികൾക്കിനി ആ കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കണം. എങ്ങനെയാ കിടക്കുക? കടക്കാൻ അവർക്ക് ആരോഗ്യം വേണം. ആ ആരോഗ്യമുണ്ടാകാൻ ഈ പുഴുവിനെ വേട്ടാളന്റെ കുട്ടികൾ ഭക്ഷിക്കുന്നു. അങ്ങനെ ഭക്ഷിച്ചതിന് ശേഷം വേട്ടാള കൂടിന്റെ ആ എൻട്രൻസിൽ അഥവാ ദ്വാരം അടച്ച ആ സ്ഥലത്ത് വന്ന് ഉള്ളിൽ നിന്ന് അവരിങ്ങനെ പൊട്ടിച്ച് പുറത്തേക്ക് ചാടി പറന്നു പോകുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ കണ്ടു. ഞാനെങ്ങനെ കൂരാച്ചുണ്ടിൽ ദർസ് നടത്തുന്ന കാലം, അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ റൂമിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു കൂട് കണ്ടപ്പോ ഞാൻ മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പുഴുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൂടിന്റെ ഉള്ളിൽ പുഴുണ്ടാകുമെന്ന് റാസിയിൽ കാണുന്നുണ്ട്. നമുക്കൊന്ന് പൊളിച്ചു നോക്കിയാലോ? സുബ്ഹാനല്ലാഹ്, പൊളിച്ചു നോക്കിയപ്പോ നല്ലൊരു പുഴുവിനെ അതിന്റെ ഉള്ളിൽ കാണുന്നു. റാസി ഇമാം അള്ളാന്റെ റഹ്മത്ത് വിശദീകരിക്കുമ്പോഴേ പറഞ്ഞത് നേരെ അനുഭവത്തിൽ കാണുന്നു. നാളെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്ക് പൊളിച്ചു നോക്കി ഈ അള്ളാന്റെ കാരുണ്യത്തെ ഒന്ന് അറിയുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾക്ക് ചില ആളുകൾക്ക് പ്രയാസങ്ങളാണ്, ദുരിതങ്ങളാണ്. ഉസ്താദേ, ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്, കിഡ്നി ഫെയിലാണ്. മോനെ, ഒരു കിഡ്നി മാറ്റിവെക്കല് ശസ്ത്രക്രിയക്ക് ചുരുങ്ങിയത് ഒരു 20 ലക്ഷം വേണ്ടി വരും. ആ 20 ലക്ഷം കൊണ്ട് മാറ്റിവെച്ചാലും അതിന് ഡോക്ടർമാർ നൽകുന്ന ഗ്യാരണ്ടി 5 കൊല്ലമാണ്. അതിൻ്റെ അപ്പുറം ഗ്യാരണ്ടി നൽകാൻ ഡോക്ടർമാർക്കും കഴിയില്ല. എന്നാൽ എത്ര കാലമായി നമ്മുടെ കിഡ്നി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു തടസ്സമില്ലല്ലോ. ലിവറിന് തടസ്സമില്ലല്ലോ, ശ്വാസനാളത്തിന് തടസ്സമില്ലല്ലോ, സംസാരത്തിന്റെ കഴിവ് മാറിയിട്ടില്ലല്ലോ, കേൾവി തിന്നുപോയിട്ടില്ലല്ലോ, തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നിട്ടില്ലല്ലോ. ഇതെല്ലാം ഖാലിഖായ അല്ലാഹു ഓരോ സമയത്തും ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാഹു നിലനിർത്തി തെരുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് വേണം? അല്ലാഹുവിനെ നമ്മൾ അറിയണം. നമ്മുടെ ബുദ്ധി എന്തിനാണ്? പടച്ചോനെ അറിയാനല്ലേ. നമ്മുടെ കാഴ്ച ശക്തി എന്തിനാണ്? അല്ലാഹുവിനെ കുറിച്ച് അറിയാനല്ലേ. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ സൗകര്യങ്ങളെല്ലാം ഖാലിഖായ അല്ലാഹുവിനെ അറിയാനാണ്, പടച്ച റബ്ബിനെ പഠിക്കാനാണ്. പഠിച്ചാൽ പിന്നെ നിസ്കരിക്കണം നോനപ്പോട് വയല് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹിനെ പഠിച്ചാൽ ഖുർആൻ ഓതണം എന്ന് വയല് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ പഠിച്ചാൽ സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് വയല് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പ്രദേശം നല്ല ദീനിയായ പ്രദേശമാണെന്ന് സദസ്സ് കാണുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഞാനൊന്നുകൂടെ ചോദിക്കട്ടെ, അള്ളാഹുവിന് 41 സിഫത്തുകളുണ്ട് എന്ന് മദ്രസയിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. വാജിബായ 20 വിശേഷണങ്ങൾ അല്ലാഹുവിനുണ്ട്. മുസ്തഹീലായ വിശേഷണങ്ങൾ അല്ലാഹുവിന് 20 എണ്ണമുണ്ട്. ജായിസായ 1 ഉണ്ട്. അങ്ങനെ 41 വിശേഷണങ്ങൾ, സിഫത്തുകൾ അല്ലാഹുവിനുണ്ട്. സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പോലത്തെ പണ്ഡിതന്മാര് പറഞ്ഞു, ആ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ പൂർണ്ണമായി പഠിക്കാത്തവന് ഈമാൻ വികലാംഗനായ ഈമാനാണ്. അവന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല. അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഞാൻ കുറച്ചേരെ പ്രസംഗിക്കുള്ളൂ. അപ്പോ ഒരു ചക്ക മുറിക്കും. ചക്ക മുറിക്കും എന്ന് പറഞ്ഞാൽ ചക്ക മുറിക്കുമ്പോൾ കുറെ ചക്കക്കുരു മുറിഞ്ഞു പോകും, അല്ലേ? ഇല്ലേ? ഇവിടെ ചക്കയില്ലേ, മുറിക്കലുമില്ലേ, ചക്കക്കുരുവില്ലേ? ഉണ്ട്. ചക്ക മുറിക്കുമ്പോൾ കുറെ ചക്കക്കുരു മുറിഞ്ഞു പോകും. ആന്താ ചക്ക മുറിക്കുമ്പോ ചക്കക്കുരു മുറിഞ്ഞു വന്ന് കത്തീന്റെ മോശം കൊണ്ടാണോ? പറയ്, കത്തീന്റെ മോശം കൊണ്ടാണോ? അല്ല, ഏത് കത്തി കൊണ്ട് മുറിച്ചാലും ചക്കക്കുരു മുറിഞ്ഞു പോകും. മുറിക്കുന്ന ആളെ മോശം കൊണ്ടാണോ? മുറിക്കുന്ന ആളെ മോശം കൊണ്ടൊന്നല്ല, അതാര് മുറിച്ചാലും ചക്കക്കുരു മുറിയും. പിന്നെന്താണ് ചക്കക്കുരു മുറിയുന്നത്? അത് ബഹുമാനപ്പെട്ട കുരു മുറിക്കുന്നിടത്ത് പോയി നിന്നു എന്നുള്ളതാണ് മൂപ്പരെ കുഴപ്പം. അയാൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ മുറിയില്ലായിരുന്നു. ഇതേപോലെ ഞാൻ ഇവിടുന്ന് കലക്കിയിടും. നാളെയും മറ്റന്നാളായിട്ട് അതൊന്ന് തെളിഞ്ഞു വരും. അപ്പൊ ഈ തെളിയുമ്പോൾ കലക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലരുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വരും. അതെന്നെ കുറിച്ചായിട്ടാണോ, അല്ലെ എനിക്കുള്ള വിശേഷണാണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും.
അത് എനിക്ക് നിങ്ങൾ ആരെയും പരിചയമില്ല, എന്നെ ഫോൺ ചെയ്ത ആളെ പോലും എനിക്ക് പരിചയമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ദീനിൽ ചിലത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ചിലത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും മുറിവോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ഞാൻ ഉത്തരവാദിയല്ല, പറയാൻ ഉപയോഗിച്ച് അള്ളാഹിന്റെ ദീനും ഉത്തരവാദിയല്ല. അത് നമ്മൾ സഹിക്കല്ലാണ്ട് നിവൃത്തിയില്ല. അള്ളാഹു തആല നമുക്ക് ഈമാനും ഹിദായത്തും തഖ്വയും വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ 41 വിശേഷണങ്ങൾ അറിയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട്? അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാന് പൂർണ്ണമല്ല എന്ന് സൈദുദ്ദീൻ തുഫ്താസാനി പോലത്തെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് പ്രായം കുറഞ്ഞ ആൾ ഇരുന്നാൽ നല്ലതാ. ഉസ്താദിനോട് എങ്ങനെയാ വെള്ളത്തിനറിയാം. അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് എന്തറിയാം? അള്ളാഹുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. എൻ്റെ ബാപ്പ മുസ്ലിമായിരുന്നു, അതുകൊണ്ട് ഞാനും മുസ്ലിമായി. എൻ്റെ ബാപ്പ എന്നെ ചെറിയ പ്രായത്തിൽ മദ്രസയിൽ കൊണ്ടുവന്ന് ചേർത്തു, ഞാൻ അതുകൊണ്ട് പഠിച്ചു. ഇത്രയല്ലാതെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എന്ത് പഠിച്ചു സഹോദരാ? 50 വയസ്സും 40 വയസ്സും 60 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ എത്ര നമ്മുടെ കൂട്ടത്തിലുണ്ട്? എത്രയെത്ര ചെറുപ്പക്കാരൻ്റെ സദസ്സിലുണ്ട്? ഞാൻ ചോദിക്കട്ടെ, പലരെ കുറിച്ചും എന്ത് ചോദിച്ചാലും അറിയുന്ന നമുക്ക് നമ്മളെ പടച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് എന്തറിയാം? ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ ഖുർആനിൽ എത്ര വാക്യങ്ങൾ നമുക്കറിയാം? അള്ളാഹുവിനെ പ്രതിപാദിച്ച ഭാഗങ്ങളുടെ അർത്ഥങ്ങൾ എത്ര നമുക്കറിയാം? ഖുർആന് ചിലപ്പോൾ നമ്മൾ ഓതുന്നുണ്ടാകും, ആ ഓതുന്നതിൽ പരിമിതപ്പെടുത്തി എന്നല്ലാതെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ആയത്തുകളോ അള്ളാഹിനെ വിശദീകരിക്കുന്ന ആയത്തുകളോ അതിൻ്റെ അർത്ഥങ്ങളോ പഠിക്കാൻ സമയം കിട്ടാറില്ല. അങ്ങനെയാകുമ്പോഴേ നമ്മളെങ്ങനെ അള്ളാഹിനെ അറിയും? പടച്ച റബ്ബിനെ അറിഞ്ഞാൽ അവനെ രക്ഷപ്പെട്ടു എന്നാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. അങ്ങനെ അറിയുമ്പോൾ അള്ളാഹുവിനോട് നമുക്ക് മഹബത്ത് വരും, സ്നേഹം വരും. എനിക്കെൻ്റെ ഉസ്താദിനോട് സ്നേഹമുണ്ടാകാൻ ഉസ്താദിനെ ഞാൻ പഠിച്ചത് കൊണ്ടാണ്. എൻ്റെ മാതാപിതാക്കളോട് സ്നേഹമുണ്ടാകാൻ അവരെക്കുറിച്ച് ഞാൻ പഠിച്ചത് കൊണ്ടാണ്. എൻ്റെ ഭാര്യ മക്കളോട് സ്നേഹമുണ്ടാകാൻ അവരെക്കുറിച്ച് ഞാൻ പഠിച്ചത് കൊണ്ടാണ്. എന്നാൽ ഖാലിഖായ അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ പഠനം നടത്തിയാൽ പിന്നെ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെക്കാളും സ്നേഹം ആ റബ്ബിനോടായിരിക്കും കേട്ടോ. ആ റബ്ബിനെ അനുസരിക്കുന്നതിലോ അവൻ്റെ കൽപ്പനകൾ കൊണ്ടുവരുന്നതിലോ വിരോധനങ്ങൾ വെടിയുന്നതിലോ അവൻ്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്നതിലോ അള്ളാഹനെ അറിഞ്ഞ ഒരാളുടെ മനസ്സിൽ പ്രയാസമുണ്ടാവില്ല. അറിയുമ്പോഴേ അള്ളാഹുവിനോട് സ്നേഹമുണ്ടാകും. അള്ളാഹുവിനോട് സ്നേഹമുണ്ടായാൽ മൻ അഹബ്ബല്ലാഹ, അള്ളാഹുവിനെ ഒരാൾ ഇഷ്ടം വെച്ചാൽ അഹബ്ബല്ലാഹു ലിഖാഅ, ആരാണോ റബ്ബിനെ ഇഷ്ടം വെക്കുന്നത് ആ റബ്ബിനെ ഇഷ്ടം വെക്കുന്നവനെ കാണുന്നതും അള്ളാഹുവിന് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഉസ്താദിനെ സ്നേഹിക്കുമ്പോഴേ ഉസ്താദിൻ്റെ മനസ്സിൽ എന്നോടും സ്നേഹം അല്ലാഹ് ഇട്ടുകൊടുക്കും. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുമ്പോഴേ ഭാര്യൻ്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം അല്ലാഹ് ഇട്ടുകൊടുക്കും. എന്നാൽ സർവ്വ സ്നേഹത്തെയും പടച്ച ഖാലിഖായ അല്ലാഹുവിനെ ഒരാൾ സ്നേഹിച്ചാൽ ആ റബ്ബ് ഇങ്ങോട്ട് വല്ലാതെ സ്നേഹിച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു മനുഷ്യന് അള്ളാഹിനോട് സ്നേഹമുണ്ടായാൽ അള്ളാഹിനെ കാണാൻ താല്പര്യമുണ്ടാകും. അള്ളാഹുവിനോട് സ്നേഹമുണ്ടായാൽ അവനെ കാണാൻ താല്പര്യമുണ്ടാകും. നമുക്കൊരാളോട് മഹബത്തുണ്ടെങ്കിൽ അവനെ കാണാൻ താല്പര്യമുണ്ടാകും. വിദേശത്തുള്ള മകനോട് സ്നേഹമുണ്ടായാൽ അവൻ വരുന്നത് കാത്തു നിൽക്കും. വിദേശത്തുള്ള ഭർത്താവിനോട് സ്നേഹമുണ്ടായാൽ ആ ഭർത്താവിനെ കാണുന്നത് ഭാര്യയുടെ സന്തോഷമായിരിക്കും. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മൻ കാന യർജൂ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ
അള്ളാഹുവിനെ കാണലിനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അള്ളാഹുവിനെ അറിഞ്ഞാൽ അവനെ സ്നേഹിക്കും, സ്നേഹിച്ചാൽ അവനെ കാണണം എന്ന മനസ്സിൽ ആഗ്രഹമുണ്ടാകും. അവനെ കാണണം എന്ന മനസ്സിൽ ആഗ്രഹമുണ്ടായാൽ ആ കാണാനുള്ള വഴിയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നീ ഫല്യഅമൽ അമലൻ സ്വാലിഹാ, അവൻ സ്വാലിഹായ അമലുകൾ ചെയ്തു കൊള്ളട്ടെ. ബയ്യനല്ലാഹു അസ്സ വജൽ. അതുകൊണ്ട് എന്ത് വേണം? അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിയാനും അവനെ സ്നേഹിക്കാനും അവനെ കാണാൻ താല്പര്യമുണ്ടാകാനും അവനിലേക്ക് അടുക്കാനുമായിരിക്കണം ജീവിതത്തിലെ സർവ്വ പ്രവർത്തനങ്ങളും. അതാണ് സ്വാലിഹായ അമലുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. സർവ്വ ഹലാലുകളും അത് വ്യക്തമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വൽ ഹറാമു ബയ്യിനുൻ, ഹറാമുകളും വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പിന്നീട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ് ഫമൻ ഇത്തഖ ശുബ്ഹാതി ഫഖദ് ഇസ്തബറഅ ലിദീനിഹി വഇർളിഹി. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, അൽ ഹലാലു ബയ്യിനുൻ. ഹലാലുകൾ അനുവദിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമാണ്. ഓരോ ആളുകൾക്കും അറിയാം ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണ്, ഇന്നത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇന്നത് ചെയ്യാൻ പറ്റാത്തതാണ്. ആളുകൾക്കറിയാം, പക്ഷേ ആ വിഷയത്തിലേക്ക് ഇറങ്ങൂല. അല്ലാഹു തആല നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇഅ്മലൂ ഫകുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്. നിങ്ങൾ നന്നായി പണിയെടുത്തോളൂ. ഫകുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്. നിങ്ങൾ സ്വർഗപ്രവേശനത്തിന് വേണ്ടി കണക്കാക്കിയ ആളാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവൂല. നിങ്ങൾ എളുപ്പമാക്കപ്പെട്ടവരാണ്. അമ്മാമൻ കാന മിൻ അഹ്ലി സആദ, ഒരാൾ വിജയികളിൽപ്പെട്ടവരാണെങ്കിൽ ഫയുയസ്സിറുഹു ലിൽ അമലി സആദ, അവനിക്ക് വിജയികളുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്ത് കടത്താൻ തീരുമാനിച്ച ആളാണെങ്കിൽ അദ്ദേഹത്തിന് സുബഹിന്റെ ജമാഅത്ത് പ്രയാസമായിട്ട് തോന്നൂല. അദ്ദേഹത്തിന് സുബഹിന്റെ ശേഷം പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് പ്രയാസമായിട്ട് തോന്നൂല. ദുഹറിന്റെയും അസ്റിന്റെയും മഗ്രിബിന്റെയും ഇശാഇന്റെയും ജമാഅത്ത് പ്രയാസമായിട്ട് തോന്നൂല. ഒരാൾ അല്ലാഹു വിജയിപ്പാൻ കണക്കാക്കിയതാണെങ്കിൽ ഹദ്ദാദ് റാത്തീബ് അദ്ദേഹത്തിന്റെ ഭാരമായി വരില്ല. വിജയിക്കാൻ കണക്കാക്കിയവനാണെങ്കിൽ വീട് കൂടുന്ന ദിവസം ബറക്കത്തിന് വേണ്ടി മുസ്ഹഫിനെ വീട്ടിൽ കയറ്റിവെച്ചു എന്നല്ലാതെ മുസ്ഹഫ് തൊടാതിരിക്കുന്ന സാഹചര്യം അവനുണ്ടാവില്ല. മനസ്സിലായില്ല? മുസ്ഹഫ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട്, ഖുർആൻ നമ്മളെ വീട്ടിലുണ്ട്. എന്തിനുള്ളതാ? അത് വീട് കൂടുന്ന ദിവസം ബറക്കത്തിന് ആദ്യം കയറ്റി വീട്ടിന്റെ ഒരു അലമാരിയുടെ മുകളിൽ സൂക്ഷിക്കാൻ. അത് എടുത്തുപയോഗപ്പെടുത്തുന്നത് വളരെ കുറഞ്ഞു പോയി. ഒരാള് സആദത്തിന്റെ ആളാണെങ്കിൽ ഖുർആൻ ഓതുന്നത് പ്രയാസമില്ല. അല്ലാഹു വിജയിക്കാൻ കണക്കാക്കിയവനാണെങ്കിൽ നന്മകൾ ചെയ്യൽ അദ്ദേഹത്തിന് പ്രയാസം വരില്ല. ഒരാള് പരാജയപ്പെടുന്ന ആളാണെങ്കിൽ, ആ പരാജയപ്പെടാൻ വേണ്ടി കണക്കാക്കിയവനാണെങ്കിൽ അവന് നന്മകൾ ചെയ്യാൻ തോന്നൂല. നന്മയുടെ വഴികളിൽ അവന് വരൂല. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല വിജയികളിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ്. ഏത് ഖലാഇനെയും തട്ടിക്കളയുന്ന വഴി അല്ലാഹുവിനോട് ദുആ ചെയ്യലാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഫാത്തിഹ സൂറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത് അതാണല്ലോ. ഹിദായത്തിന്റെ വഴികളിൽ ഞങ്ങളെ അടിയുറച്ച് നിർത്തിത്തരണേ അല്ലാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാണ്,
അള്ളാവിനെ കൽബിൽ മഹബത്ത് വെച്ച് ആ റബ്ബിനെ അനുസരിക്കാനും ആ റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാനും സമയം കണ്ടെത്തണേ. ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് തീർന്നു പോകും. തീർന്നതിന് ശേഷം കൈകടിച്ചിട്ട് കാര്യമില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശറഹു സുദൂറിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. മരണപ്പെട്ടതിന് ശേഷം സ്വാലിഹീങ്ങളായ ആളുകളുടെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരോട് വല്ല ആഗ്രഹവും അവശേഷിക്കുന്നുണ്ടോ? മരിച്ചു കിടക്കുന്ന മയ്യത്തിനോട് മലക്കുകൾ ചോദിക്കും പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം അവശേഷിക്കുന്നുണ്ടോ? ആ സമയത്ത് മലക്കുകളോട് ഈ മനുഷ്യൻ പറയുന്ന മറുപടി അതേ ഉണ്ട് മലക്കുകളെ, ഒന്നേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ, ഞങ്ങളെ ദുന്യാവിലേക്കൊന്ന് മടക്കി തരുമോ? സൽക്കർമ്മങ്ങൾ മുഴുവനും ചെയ്ത് ഖാലിഖായ റബ്ബിന്റെ മലക്കുകളുടെ ചോദ്യത്തിന് മുഴുവനും മറുപടി പറഞ്ഞ് വിജയികളാണെന്ന് ഉറപ്പിച്ച ആളുകളോടും ആഗ്രഹം ചോദിച്ചപ്പോഴേ അവര് പറഞ്ഞതൊന്ന് ദുന്യാവിലേക്ക് മടക്കാനാണ്. ആ സമയത്ത് മലക്കുകൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗം കണ്ടിട്ടും ഇനി ദുന്യാവിലേക്ക് മടക്കാൻ പറയുന്നതിന്റെ രഹസ്യം എന്താണ്? ആ സമയത്ത് ഈ മുഅ്മിനീങ്ങളായ ആളുകൾ മറുപടി പറയുന്നത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുന്നു, ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് തസ്ബീഹ് ചൊല്ലാനാണ്, ദിക്ർ ചൊല്ലാനാണ്, അല്ലാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാനാണ്. കാരണം ഒരു സുബ്ഹാനല്ലാഹ്ക്ക് അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇത്രമാത്രം പ്രതിഫലം കിട്ടുന്ന സുബ്ഹാനല്ലാഹ് ഈ ഖബറിൽ വെച്ചിട്ട് ചെല്ലാൻ ഒരു അവസരം ഇല്ലല്ലോ. അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് പ്രതിഫലം കൂടുതൽ കിട്ടാൻ വേണ്ടി ദുന്യാവിലേക്കൊന്ന് മടക്കി തരുമോ എന്ന് മുഅ്മിനീങ്ങളായ ആളുകൾ ചോദിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുന്നു. നമ്മൾ എടുക്കുന്ന പണിയുടെ പവറൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഭയങ്കര പവറാണ്. ആ പവർ അറിഞ്ഞാൽ പിന്നെ പണിയെടുക്കാൻ മടിയുണ്ടാവൂല.